അസ്സലാമു അലൈക്കും. അപ്പോൾ മലബാർ സ്റ്റൈലിലുള്ള നെയ്ച്ചോറ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഡീറ്റെയിലായിട്ട് ഒരു തവണയും കൂടെ ഇട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വീണ്ടും ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അധികം ആൾക്കാർക്കും വേണ്ടത് നല്ല രുചിയും മണമുള്ള മലബാർ സ്റ്റൈലിൽ തന്നെയുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുമാണ്, എന്നാൽ അധികം ആൾക്കാർക്കും ഫ്ലോപ്പ് ആവുന്ന ഒരു കാര്യമാണ് നെയ്ച്ചോറ്. അപ്പോൾ നല്ല രുചിയുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. 1 കിലോൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് 2 വഴനയില, 1/4 ടീസ്പൂണ് പെരുംജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 4 പട്ട, 2-3 ഏലക്കായ, ഗ്രാമ്പു, ഇതെല്ലാം കുറച്ച് അങ്ങനെ ഇട്ടിട്ട് പൊട്ടിക്കുക. 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വലിയുള്ളി മതി. വലുതാണെങ്കിൽ 1/4 പകുതി എടുത്താൽ മതി. 1 കിലോയിലോട്ടൊക്കെ അത് തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് ഉള്ളി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഉള്ളി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, അതേപോലെ സ്പൈസസും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഉള്ളിൻ്റെ പച്ചച്ചവ് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കിലോൻ്റെ അരി 3 കപ്പിനാണ് അളന്നെടുത്തത്. ആ 3 കപ്പിനനുസരിച്ചിട്ട് 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ രുചി കൂട്ടാനായിട്ട് വെള്ളുള്ളിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നാരങ്ങൻ്റെ ജ്യൂസ് 1/4 ടീസ്പൂൺ അത്ര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി എടുക്കാം. ജീരകശാലൻ്റെ അരി തന്നെ എടുക്കണം കേട്ടോ നെയ്ച്ചോറ് വെക്കാനായിട്ട്. നെയ്ച്ചോറിന് ഏറ്റവും രുചി മണം തരിക ജീരകശാലൻ്റെ അരിയാണ്. അത് 3 പൊന്മാനോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ വയനാടൻ കൈമ അങ്ങനെയൊക്കെയുള്ള അരിയുണ്ട്. അല്ലെങ്കിൽ നെല്ലറൻ്റെ അരി സൂപ്പറാണ് കേട്ടോ, രക്ഷയില്ല. നെല്ലറൻ്റെ പിന്നെ വയനാടൻ കൈമ അല്ലെങ്കിൽ 3 പൊന്മാന് നമ്മുടെ നാട്ടിൽ കിട്ടണതാണ്, കോഴിക്കോട്. അപ്പോൾ അല്ലാത്ത സ്ഥലത്താണെങ്കിൽ പിന്നെ നെല്ലറൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ, അത് എടുക്കുക. അതിൻ്റെ ഒരു മണം രുചി എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത. അപ്പോൾ നെയ്ച്ചോറിന് എപ്പോഴും ക്വാളിറ്റി ഉള്ള അരി എടുക്കാൻ വേണ്ടി നോക്കുക. വെള്ളം തിളച്ച് കഴിയുന്ന ആ ഒരു സമയത്ത് മാത്രം അരി കഴുകിയിട്ട് നമുക്കിതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം. അരിയും വെള്ളവും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഇതാണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ഒരു വിരലിൻ്റെ പകുതി ഇത്രയേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം എടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് അലിഞ്ഞ ചോറായിരിക്കും കിട്ടുക, ഒരു ഉണ്ട അങ്ങനെ കുഴഞ്ഞിട്ടുള്ളത്. നമുക്ക് നല്ല മണിമണിയായിട്ടുള്ള ചോറ് കിട്ടണമെങ്കിൽ അത്രേ വ്യത്യാസം പാടുള്ളൂ. എന്നിട്ട് നല്ല പോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നേരെ ചൂടിലിട്ടിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ്സ് അതങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മൂടി ഒന്ന് തുറക്കുക. എന്നിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ആക്കുക. അതായത് നെയ്ച്ചോറൊക്കെ നമുക്കൊരു 5 മിനിറ്റ്സ് അത്ര അടച്ച് വെച്ചാൽ മതിയേ. അതായത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം, അതായത് ബിരിയാണിയൊക്കെ നമ്മൾ പിന്നെ ദമ്മായി കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ്സൊക്കെ കഴിയില്ല അതിൻ്റെ അടപ്പ് തുറക്കാനായിട്ട്. ഇതങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് ശരിക്കും ഒരു 5 മിനിറ്റ്സ്, എന്നിട്ട് കൂടുതൽ വേണ്ട. എന്നിട്ട് അപ്പോഴെന്നെ ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കയ്യിലോണ്ടൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ കട്ട കുത്താതെ മണിമണിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഞാനിങ്ങനെ കയ്യിൽ യൂസ് ചെയ്യുന്നില്ല, വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറാണെന്നറിയാം. ഇതിൻ്റെ മണോ രുചി എന്ന് പറയുന്നത് മാഷാല്ലാ. മന്തിയോ മജ്ബൂസോ മധുഹൂത്തോ എന്തെല്ലാം വെറൈറ്റി റൈസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ കോഴിക്കോടിൻ്റെ തനിതായ രുചിയിലുള്ള നെയ്ച്ചോറും ബിരിയാണിക്കും ഒക്കൂല കേട്ടോ വേറൊന്നും. അതിപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൈ പോവുക നെയ്ച്ചോറിലേക്ക് സ്റ്റൂലൊക്കെ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നല്ല നെയ്ച്ചോറും കുരുമുളകിട്ട ചിക്കൻ കറിയോ കുരുമുളകിട്ട ബീഫ് കറിയോ അല്ലെങ്കിൽ നല്ല വരട്ടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ചോറൊക്കെ കണ്ടില്ലേ, നല്ല മണിമണിയായിട്ടും വെള്ള കളറിലുള്ള ചോറാണ്. വെള്ള കളർ കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉള്ളി വഴറ്റുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കരിഞ്ഞെന്നല്ല, അതൊരു കളറ് മാറാനേ പാടില്ല. അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാത്രം മാറണം. ആ സമയത്ത് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, എന്നാലേ വെള്ള കളറിലുള്ള ചോറും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നെയ്ബറിന് അങ്ങനെ ഈ ചോറും നമ്മുടെ ഒരു ചിക്കൻ വരട്ടിയതെല്ലാം കൂടെ കൂടിയിട്ട് കൊടുക്കുകയാണ് നോമ്പറക്കുന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഇതുപോലെ കണ്ടിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതേപോലെ അരി എടുക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള മണവും രുചിയിലും തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.